നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബികോം 4 ഇയർ UG പ്രോഗ്രാം ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റിലെ ഒരു ചെറിയ ടോപ്പിക്കിനെ സംബന്ധിച്ചാണ്. ഡെപ്പോസിറ്ററീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറുകളും നമുക്ക് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ ഒന്നാമത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഡെപ്പോസിറ്ററി? ഡെപ്പോസിറ്ററിയുടെ പ്രൈമറി ഫംഗ്ഷൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നു പ്രൊവൈഡിങ് ലോൺ ടു ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് ലോൺ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഡെപ്പോസിറ്ററിയുടെ പ്രൈമറി ഫംഗ്ഷൻ. ഓപ്ഷൻ ബി പറയുന്നു ഇഷ്യൂവിങ് ന്യൂ ഷെയർസ് ടു പബ്ലിക്കിന് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഓപ്ഷൻ സി സേഫ് കീപ്പിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദെയർ ട്രാൻസ്ഫർ. സെക്യൂരിറ്റീസ് സേഫായിട്ട് സൂക്ഷിക്കുക, അത് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ഈ ഫെസിലിറ്റിയാണ് പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു കണ്ടക്ടിങ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. IPO അഥവാ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് നടത്തി കൊടുക്കുക, കണ്ടക്ട് ചെയ്യുക, അതാണ് ഡെപ്പോസിറ്ററിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നു. സോ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്താണ് ഡെപ്പോസിറ്ററി എന്ന് അറിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. സോ വാട്ട് യു മീൻ ബൈ ഡെപ്പോസിറ്ററി? എന്താണ് ഡെപ്പോസിറ്ററി? ഡെപ്പോസിറ്ററി ഈസ് ആൻ ഇൻ്റർമീഡിയറി ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ഡെപ്പോസിറ്ററി ആക്ട് 1996. 1996 ഡെപ്പോസിറ്ററി ആക്ട് പ്രകാരം നിലവിൽ വന്നിരിക്കുന്നതാണ്. എന്താണ് ഡെപ്പോസിറ്ററി? ഈസ് ആൻ ഇൻ്റർമീഡിയറി, ക്യാപിറ്റൽ മാർക്കറ്റിലെ ഒരു ഇൻ്റർമീഡിയറിയാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഡെപ്പോസിറ്ററി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു കീപ് ദ സെക്യൂരിറ്റീസ് ഓൺ ബിഹാഫ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രോണിക് ഫോം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഇലക്ട്രോണിക് ഫോമിൽ സെക്യൂരിറ്റീസ് കീപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കാനായിട്ട് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? ഡെപ്പോസിറ്ററി ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ട്രാൻസ്ഫർ ദ ഓണർഷിപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് മോഡ് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് മെമ്പർ. അപ്പോൾ നമ്മളൊരു ഡെപ്പോസിറ്ററിയിൽ നമ്മൾ പാർട്ടിസിപ്പൻ്റായി മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഒരു ഡെപ്പോസിറ്ററി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ മെമ്പറായി നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ മേടിക്കുന്ന സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അത് സൂക്ഷിക്കുന്ന പ്ലേസാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിൽക്കുന്ന സമയത്തും വാങ്ങുന്ന സമയത്തും ഡെപ്പോസിറ്ററിയിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന സെക്യൂരിറ്റീസ് ആണ് വിൽക്കുന്നത്. നമ്മൾ മേടിക്കുന്ന സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്നതും ഡെപ്പോസിറ്ററിയിലാണ്. ദെൻ ദ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഡെപ്പോസിറ്ററി ഈസ് ടു ഡീമെറ്റീരിയലൈസ് സെക്യൂരിറ്റീസ്. നമ്മുടെ സെക്യൂരിറ്റീസിനെ, ഫിസിക്കൽ ഫോമിലുള്ള സെക്യൂരിറ്റീസിനെ ഡീമെറ്റീരിയലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എനേബിൾ ദെയർ ട്രാൻസാക്ഷൻ ഇൻ ഇലക്ട്രോണിക് ബുക്ക് ഫോം, ഇലക്ട്രോണിക് എൻട്രി ഫോമിലോട്ട് മാറ്റുന്നു. അപ്പോൾ നമുക്കെന്താണ് ഫിസിക്കലായിട്ട് കീപ്പ് ചെയ്യേണ്ട, പകരം ഡെപ്പോസിറ്ററീസ് ഇലക്ട്രോണിക് ഫോമിൽ നമ്മുടെ സെക്യൂരിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്നു. ദീസ് സെക്യൂരിറ്റീസ് ആർ ട്രാൻസ്ഫേർഡ് ബൈ ഡെബിറ്റിംഗ് ദ ട്രാൻസ്ഫർ അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റിംഗ് ദ ട്രാൻസ്ഫറീസ് അക്കൗണ്ട്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഫിസിക്കൽ സെക്യൂരിറ്റീസിൻ്റെ മൂവ്മെൻ്റ് ഇല്ല, പകരം എന്താണ് ഇലക്ട്രോണിക് സെക്യൂരിറ്റീസിൻ്റെ, ഡിജിറ്റൽ സെക്യൂരിറ്റീസിൻ്റെ മൂവ്മെൻറ്റ് ഡെബിറ്റും ക്രെഡിറ്റും കൊണ്ട് ഇവിടെ എൻട്രികൾ പാസ്സാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡെപ്പോസിറ്ററി എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു ധാരണയുണ്ട്. നമ്മുടെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്ന പ്ലേസ് ആണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ആൻസർ എന്താണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സേഫ് കീപ്പിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദെയർ ട്രാൻസ്ഫർ. ഈസി ആയിട്ട് നമ്മുടെ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും? സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. അത് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഡെപ്പോസിറ്ററിയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർവീസ് ഈസ് നോട്ട് ടിപ്പിക്കലി ഓഫേർഡ് ബൈ ഡെപ്പോസിറ്ററി? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഡെപ്പോസിറ്ററീസ് ഓഫർ ചെയ്യാത്ത സർവീസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ് സെറ്റിൽമെൻറ്റ് നടത്തുക. ഓപ്ഷൻ ബി പറയുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസ്, ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസറി സർവീസ് പ്രൊവൈഡ് ചെയ്യുക. ഓപ്ഷൻ സി പറയുന്നു കോർപ്പറേറ്റ് ആക്ഷൻ, അതായത് ഡിവിഡൻഡ് കൊടുക്കുക, റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഡി പറയുന്നു ഓപ്ഷൻ ഡി റെക്കോർഡ് കീപ്പിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, നമ്മുടെ സെക്യൂരിറ്റീസിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. ഈ പറഞ്ഞ 4 ഓപ്ഷൻസാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എന്തായിരിക്കും റൈറ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കുന്നതിന് മുമ്പ് ദ ഫങ്ഷൻസ് ഓഫ് ഡെപ്പോസിറ്ററി എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ദെൻ ഡെപ്പോസിറ്ററീസിൻ്റെ ഫങ്ഷൻ? ഡെപ്പോസിറ്ററി എന്താ തൊട്ട് മുന്നേ നമ്മൾ കണ്ടു, ഇൻവെസ്റ്റേഴ്സിൻ്റെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കുന്ന പ്ലേസ് ആണ് ഡെപ്പോസിറ്ററീസ്. അവരുടെ ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് വൺ ഡീമെറ്റീരിയലൈസേഷൻ,
ദാറ്റ് മീൻസ് കൺവേർട്ടിംഗ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻറ്റു ഇലക്ട്രോണിക് ഫോം. നമ്മുടെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റിനെ ഇലക്ട്രോണിക് ഫോമിലോട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് ഡീമെറ്റീരിയലൈസേഷൻ. അടുത്തെന്താണ് റീമെറ്റീരിയലൈസേഷൻ. തിരിച്ച് സംഭവിക്കാം. കൺവേർട്ടിംഗ് സെക്യൂരിറ്റീസ് ഇൻ എ ഡിമാറ്റ് ഫോം ഇൻ ടു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. നമ്മൾ ഡിജിറ്റലായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിച്ചിരിക്കുന്ന സെക്യൂരിറ്റീസിനെ നമുക്കൊരാവശ്യം വന്നാൽ ഫിസിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീമെറ്റീരിയലൈസേഷൻ. രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇലക്ട്രോണിക് സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കണക്റ്റഡ് ടു NSDL. അപ്പം NSDLുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക് സെറ്റിൽമെൻറ്റ് നമുക്ക് നടത്താനായിട്ട് സാധിക്കുന്നു. നമുക്ക് മെയിനായിട്ടും 2 ഡെപ്പോസിറ്ററി സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് NSDLൻ്റെ ഡെപ്പോസിറ്ററി സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NSDL എന്ന് വെച്ചാൽ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡും അതുപോലെ തന്നെ എന്താണ് CDSL എന്ന് പറയുന്നുണ്ട്, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന 2 ഡെപ്പോസിറ്ററി സർവീസുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അതുപോലെ എന്താണ് പ്ലെഡ്ജിങ് ഓർ ഹൈപ്പോത്തിക്കേഷൻ ഓഫ് ഡിമെറ്റീരിയലൈസ്ഡ് സെക്യൂരിറ്റീസ് എഗനിസ്റ്റ് ലോണ്, അലോക്കേഷൻ ഇൻ ഇലക്ട്രോണിക് ഫോം ഇൻ കേസ് ഓഫ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്. ഇതൊക്കെ എന്താണ് ഡെപ്പോസിറ്ററി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ? സോ ഇത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നോട്ട് ടിപ്പിക്കലി ഓഫേർഡ് ബൈ ഡെപ്പോസിറ്ററീസ്. ഡെപ്പോസിറ്ററീസ് ഓഫർ ചെയ്യാത്ത കാര്യമാണ് പറയുന്നത്. അത് ആൻസർ ബി ആണ്. അഡ്വൈസറി സർവീസ് ഒരിക്കലും ഡെപ്പോസിറ്ററി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേസമയം എന്താണ് ട്രേഡ് സെറ്റിൽമെൻറ്റ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് ആക്ഷൻസ് നടത്തുന്നുണ്ട്, റെക്കോർഡ് കീപ്പിംഗ് നടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ് ഡെപ്പോസിറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഓർ DP? DP മീൻസ് എന്താണ്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു ടു ക്രിയേറ്റ് എ ന്യൂ സെക്യൂരിറ്റി. പുതിയ സെക്യൂരിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം അവരുടെ റോൾ എന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ടു ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ ഡെപ്പോസിറ്ററി ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡെപ്പോസിറ്ററിയുടെയും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ആക്ട് ചെയ്യുന്നവരാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നു. അടുത്ത് പറയുന്നത് ടു റെഗുലേറ്റ് ദ സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണെന്ന് പറയുന്നു. ടു പ്രൊവൈഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ടു ക്ലയൻറ്റ്. ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണെന്ന് പറയുന്നു. അപ്പം വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ്? എന്താണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ റോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആരാണ്? ഈസ് എൻ ഏജൻറ്റ് ഓഫ് ഡെപ്പോസിറ്ററി. ഡെപ്പോസിറ്ററിയുടെ ഒരു ഏജൻറ്റാണ്. ഡെപ്പോസിറ്ററി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ എന്താണ് സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കുന്ന പ്ലേസ് ആണെന്നൊക്കെ നമ്മൾ കണ്ടു. ദെൻ അവിടെയുള്ള പാർട്ടിസിപ്പൻ്റ് ആണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ്. അവിടെ ഒരു ഏജൻറ്റാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത്. ദെൻ അവരെന്താ ചെയ്യുന്നത്? ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ഡെപ്പോസിറ്ററി ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിനെയും ഡെപ്പോസിറ്ററിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഏജൻറ്റാണ്, ഇൻ്റർമീഡിയറിയാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ഇൻവെസ്റ്ററാണ്. നമ്മളുടെ സെക്യൂരിറ്റീസ് നമുക്ക് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമുക്കൊരു ഡെപ്പോസിറ്ററി ആവശ്യമാണ്. അപ്പോൾ ആ ഇൻവെസ്റ്ററിനെ ഡെപ്പോസിറ്ററിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് NSDL നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, അല്ലെങ്കിൽ CDSL എന്ന് പറഞ്ഞ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ്, ഇതുമായിട്ടൊരു ഇൻവെസ്റ്ററിനെ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ഏജൻറ്റ് ആവശ്യമുണ്ട്. ആ ഏജൻറ്റാണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ദെൻ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എല്ലാം എങ്ങനെയായിരിക്കണം? രജിസ്റ്റേർഡ് വിത്ത് സെബി. സെബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കണം. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആൾക്കാരായിരിക്കണം. ദെൻ അതുപോലെ തന്നെ എന്താണ്? വി ആർ ആക്ടിങ് ആസ് സെക്യൂരിറ്റി ട്രാൻസ്ഫർ ഏജൻറ്റ് ആൻഡ് സർവീസിങ് ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇതാണ് എന്താണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിൻ്റെ റോൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് റൈറ്റ് ആൻസർ ഇനി വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടു ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദ ഡെപ്പോസിറ്ററി ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡെപ്പോസിറ്ററിയുടെയും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഡിമാറ്റ് അക്കൗണ്ട്? ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് നോക്കിയാൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായിട്ടുള്ളത് എന്താണെന്നാണ്. ഓപ്ഷൻ എ പറയുന്നു ദേ ആർ റിക്വയർഡ് ടു ഹോൾഡ് ഫിസിക്കൽ സെക്യൂരിറ്റി. നമ്മുടെ ഫിസിക്കൽ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നു. ദേ അലോ ദ ഇൻവെസ്റ്റേഴ്സ് ടു ഹോൾഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം. നമ്മുടെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ദെൻ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നു. ഓപ്ഷൻ സി, ഓൺലി ഇൻസ്റ്റിറ്റ്യൂഷണൽ
investors can open Demat account. Institutional investors മാത്രമേ Demat account open ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് അടുത്ത എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. The last one is option D. They are not regulated by any authority. ഒരു റെഗുലേറ്ററി അതോറിറ്റിയും ഇല്ലാതെ പെർഫോം ചെയ്യുന്ന ആണ് ഡിമാറ്റ് അക്കൗണ്ട് എന്നാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും റൈറ്റ് ആൻസർ എന്ന് അറിയണമെങ്കിൽ വാട്ട് യു മീൻ ബൈ ഡിമാറ്റ് അക്കൗണ്ട്, എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്? ഡീമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ടാണ് അല്ലേ. ഡിമാറ്റ് അക്കൗണ്ട് ഈസ് എ ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് അക്കൗണ്ട് യൂസ് ടു ഹോൾഡ് എ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സച്ച് ആസ് ഷെയർ, ഡിബഞ്ചർ, മ്യൂച്വൽ ഫണ്ട് ആൻഡ് അതർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ എ ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് ഫോർമാറ്റ് അല്ലേ. നമ്മൾ ഡെപ്പോസിറ്ററീസ് കണ്ടു. ഡെപ്പോസിറ്ററീസ് എന്താണ്? ഇലക്ട്രോണിക് ഫോമിൽ സെക്യൂരിറ്റീസ് സൂക്ഷിക്കുന്ന പ്ലേസിനെയാണ് അല്ല ആ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ വിളിച്ച പേരാണ് ഡെപ്പോസിറ്ററീസ് എന്ന് വിളിച്ചത്. അപ്പോൾ സെക്യൂരിറ്റീസിനെ ഇലക്ട്രോണിക് ഫോമിൽ ഡെപ്പോസിറ്ററി സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ നമ്മൾ വിളിച്ച പേരാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വിളിച്ചത്. ഡിമാറ്റ് അക്കൗണ്ട് ഈസ് എ ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് അക്കൗണ്ട് യൂസ്ഡ് ഇൻ ഹോൾഡ് എ ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. അപ്പം ഡെപ്പോസിറ്ററീസിനകത്ത് സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സെക്യൂരിറ്റീസിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഡിജിറ്റൽ സെക്യൂരിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനെ വിളിച്ച പേരാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വിളിച്ചത്. അപ്പം ഡിമാറ്റ് അക്കൗണ്ടിനകത്ത് നമുക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ അല്ലെ ഡിജിറ്റൽ ഫോർമാറ്റിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഡിമാറ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺ വിത്ത് ഡെപ്പോസിറ്ററി. ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് എവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്? ഡെപ്പോസിറ്ററിയിലാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ത്രൂ ദ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. ഡെപ്പോസിറ്ററി തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സിനെയും ഡെപ്പോസിറ്ററിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഏജന്റാണ്, ഇന്റർമീഡിയറി ആണ് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു. നമുക്ക് ആ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് വഴിയാണ് നമുക്ക് ഡെപ്പോസിറ്ററിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു ട്രേഡിംഗ് നടത്തണമെങ്കിൽ നമുക്ക് മെയിനായിട്ടും എന്താണ്? ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ആവശ്യമാണ്, ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഈ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? ഡെപ്പോസിറ്ററി എടുക്കലാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് ആയിട്ടുള്ള CDSL യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് NSDL നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആയിട്ടുള്ള NSDL നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ദ ഡിമാറ്റ് അക്കൗണ്ട് ഷാൽ ബി ലിങ്ക്ഡ് വിത്ത് ട്രേഡിംഗ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം 3 അക്കൗണ്ടുകൾ മെയിനായിട്ട് നമുക്ക് വേണമെന്ന് ഓർത്തിരിക്കുക. സെക്കൻഡറി മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ സെക്യൂരിറ്റീസ് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് വേണം. അതുപോലെ തന്നെ എന്താണ്? നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ളത് പിടികിട്ടി. ഇനി എന്താണ് ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. They allow investors to hold securities in electronic form. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റീസ് അല്ലെ ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഡെപ്പോസിറ്ററിയിലാണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the primary function of both the NSDL and SDSL? രണ്ട് കാര്യങ്ങൾ, NSDLൻ്റെയും SDSLൻ്റെയും രണ്ടിനൂടെ ചേർന്നുള്ള പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഓപ്ഷൻ എ പറയുന്നു ഇഷ്യൂവിങ് ന്യൂ ഷെയർസ്, പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നതാണ് കോമൺ പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നു ഫെസിലിറ്റേറ്റിംഗ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യുക അല്ല സെല്ല് ചെയ്യുക എന്ന് പറയുന്ന ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി പറയുന്നു ഹോൾഡിംഗ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം, നമ്മുടെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്നു. ദെൻ അടുത്ത എന്താണ്? ഓപ്ഷൻ ഡി കണ്ടക്ടിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണെന്ന് പറയുന്നു. 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് NSDL CDSL എന്താണെന്ന് നോക്കാം. ദെൻ എന്താണ് NSDL? നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്താണ്? നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ഈസ് എ ഫസ്റ്റ് ഡെപ്പോസിറ്ററി സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഡെപ്പോസിറ്ററി ഏതാണ്? നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് ഡെപ്പോസിറ്ററി ആണ് ഇന്ത്യ അല്ലേ. എന്നാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ December 12, 1995. 1995 ഡിസംബർ 12 ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. NSDL കമൻസ്ഡ് ഓപ്പറേഷൻ ഓൺ November 8, 1996. 95 ഇൻകോർപ്പറേറ്റ് ചെയ്തു, 96 അത് കമൻസ്മെൻറ്റ് തുടങ്ങി. NSDL is a public limited company incorporated under the Companies Act 1956.
1956 കമ്പനീസ് ആക്ട് പ്രകാരം വന്നിട്ടുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് NSDL എന്ന് പറയുന്നത്. അപ്പോൾ NSDL എന്താണ്? ഡെപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NSDL എന്താണ്? നമുക്കൊരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് വഴി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് CDSL എന്താണെന്ന് നോക്കാം. സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് ആണ്. CDL is a second depository setup in India. രണ്ടാമത്തെ ഡെപ്പോസിറ്ററി ആണ്. വിത്ത് CDSL primary objective of providing convenient, dependable and safe depository service to all market participants. കൺവീനിയൻ്റ് ആയിട്ടുള്ള, ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ദെൻ CDSLൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് പ്രൊമോട്ടഡ് ഇൻ 1999 ബൈ BSc ജോയിൻ്റ്ലി. അപ്പോൾ BSc ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് ദെൻ സം അതർ എന്താണ് ലീഡിങ് ബാങ്ക്സുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് 1999 എന്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. CDSL ഈസ് എ ലാർജസ്റ്റ് ഡെപ്പോസിറ്ററി ഇൻ ഇന്ത്യ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ. ഇനി എന്താണ് ആദ്യത്തെ ഡെപ്പോസിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന NSDL ആണ് നമ്മൾ പറഞ്ഞു. NSDL എന്താണ് 1995 എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും 1996 അത് കമൻസ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ എന്താണ് ഡെപ്പോസിറ്ററി ആണ് ഇന്ത്യയിലെ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് അഥവാ CDSL എന്ന് പറയുന്നത്. പക്ഷേ CDSL എന്താണ് ലാർജസ്റ്റ് ഡെപ്പോസിറ്ററി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഡെപ്പോസിറ്ററി ആണ്. എങ്ങനെയാണ്? ഇൻ ടൈംസ് ഓഫ് നമ്പർ ഓഫ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺഡ്. അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററി CDSL ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമ്മുടെ ആൻസറിലോട്ട് വരാം. ദ റൈറ്റ് ആൻസർ ദ ഹോൾഡിംഗ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം. NSDL എടുത്താലും CDSL എടുത്താലും രണ്ടും ഈ 4 ഓപ്ഷനകത്ത് വെച്ച് നോക്കിയാൽ കോമൺ ആയിട്ടുള്ള പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഹോൾഡിംഗ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം. നമ്മുടെ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് NSDLും CDSL എന്നും പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് NSDL സ്റ്റാൻഡ് ഫോർ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ട് ആമുഖത്തിൻ്റെ ആവശ്യമില്ല. 4 ഓപ്ഷൻസ്. ദെൻ NSDLൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ആണോ? നാഷണൽ സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ആണോ? നാഷണൽ സെക്യൂരിറ്റി ഡെവലപ്മെൻറ്റ് ലോൺ ആണോ? നാഷണൽ സെക്യൂരിറ്റി ഡേറ്റ ലിങ്ക് ആണോ? 4 ഓപ്ഷനാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. സോ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത വഴി ആൻസർ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് അറിയാം. സോ എന്തായിരിക്കും ആൻസർ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. ദാറ്റ് മീൻസ് NSDL. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് യൂസിങ് എ ഡെപ്പോസിറ്ററി? ഡെപ്പോസിറ്ററി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടാത്ത ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഡെപ്പോസിറ്ററിയുടെ ബെനിഫിറ്റ് ആയിരിക്കും, 1 ഡെപ്പോസിറ്ററിയുടെ ബെനിഫിറ്റ് ആയിരിക്കില്ല. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ പറയുന്നു റെഡ്യൂസ്ഡ് പേപ്പർ വർക്ക് ഇൻ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ്റെ പേപ്പർ വർക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഫാസ്റ്റർ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ്, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ട്രേഡ് സെറ്റിൽമെൻറ്റ് നടത്താൻ സാധിക്കുന്നു. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ലോസ് ഓഫ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടാനുള്ള റിസ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ലോസ് ഓഫ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. അടുത്തെന്താണ്? എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ഓഫ് സ്റ്റോർഡ് സെക്യൂരിറ്റി, സ്റ്റോർ ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസിൻ്റെ ഉറപ്പ് അല്ലെ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു, സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഡെപ്പോസിറ്ററി അടുത്ത ഫീച്ചറായിട്ട് അല്ലെ ബെനിഫിറ്റായിട്ട് പറയുന്നത്. അപ്പോൾ 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഈ 4 ബെനിഫിറ്റിനകത്ത് ഏതാണ് ഡെപ്പോസിറ്ററിയുടെ ബെനിഫിറ്റ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ലോസ് ഓഫ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടാനുള്ള റിസ്ക് കൂടുന്നു എന്നുള്ളതാണ് ദെൻ ഡെപ്പോസിറ്ററിയുടെ ബെനിഫിറ്റ് അല്ലാത്ത. എന്തുകൊണ്ടാണ്? ഡെപ്പോസിറ്ററിക്കകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിക് ഫോമിലാണ് സെക്യൂരിറ്റീസ് ഒക്കെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് അല്ല, പകരം ഡിജിറ്റൽ ഫോർമാറ്റിൽ ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ള 3 കാര്യങ്ങൾ, റെഡ്യൂസ്ഡ് പേപ്പർ വർക്ക് വളരെയധികം കുറഞ്ഞു. കാരണം ഇലക്ട്രോണിക്കലാണ് ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നത്, ഡെബിറ്റും ക്രെഡിറ്റിലൂടെയാണ് ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നത്. അതുപോലെ ഫാസ്റ്റർ സെറ്റിൽമെൻ്റ് ആണ്, വളരെ ഫാസ്റ്റായിട്ട് എന്താണ് സെറ്റിൽമെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നു. T+1 കൊണ്ട് ട്രേഡിംഗ് ഡേ +1 ഡേ കൊണ്ട് നമുക്ക് സെറ്റിൽമെൻറ്റ് നടത്താനായിട്ട് സാധിക്കുന്നു. എൻഹാൻസ്ഡ് സെക്യൂരിറ്റി, കൂടുതൽ ഡിജിറ്റൽ സെക്യൂരിറ്റീസ് എന്നാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് ഡെപ്പോസിറ്ററിയുടെ ബെനിഫിറ്റാണ്. ബെനിഫിറ്റ് അല്ലാത്തത് ഓപ്ഷൻ സി, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ലോസ് ഓഫ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how do depositories enhance the efficiency of the securities market?
ദെൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് ഡെപ്പോസിറ്ററീസ് എൻഹാൻസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നു ബൈ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ്. അവർ ഇഷ്യൂ ചെയ്യുന്ന ഫിസിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ എണ്ണം കൂട്ടുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. ഡെപ്പോസിറ്ററി എഫിഷ്യൻസി കൂട്ടുന്നു എന്ന് പറയുന്നു. ബൈ റെഡ്യൂസിങ് ദ സെറ്റിൽമെൻറ്റ് ടൈം ആൻഡ് മിനിമൈസിങ് ദ റിസ്ക് ഓഫ് ഷെയർ ട്രാൻസ്ഫർ. അടുത്ത എന്താണ് പറയുന്നത്, എന്താണ് റെഡ്യൂസിങ് ദ സെറ്റിൽമെൻറ്റ് ടൈം റെഡ്യൂസ് ചെയ്തുകൊണ്ട്, അതായത് സെറ്റിൽമെൻറ്റ് വളരെ ഫാസ്റ്റാക്കി നടത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള റിസ്ക് മിനിമൈസ് ചെയ്തുകൊണ്ട് ദെൻ ഡെപ്പോസിറ്ററീസ് സെക്യൂരിറ്റി മാർക്കറ്റിൽ എഫിഷ്യൻസി ഉറപ്പുവരുത്തുന്നതാണ് അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നു ബൈ ഗ്യാരണ്ടിങ് പ്രോഫിറ്റ് ഫോർ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്യുന്നു, അതാണ് ഡെപ്പോസിറ്ററി പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ എൻഹാൻസ് ചെയ്യുന്നതെന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ബൈ കൺട്രോളിങ് ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിനെ കൺട്രോൾ ചെയ്യുന്നു. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബൈ റെഡ്യൂസിങ് സെറ്റിൽമെൻറ്റ് ടൈം ആൻഡ് മിനിമൈസിങ് ദ റിസ്ക് ഓഫ് ഷെയർ ട്രാൻസ്ഫർ. അപ്പം ഡെപ്പോസിറ്ററി ഉള്ളത് കൊണ്ട് തന്നെ ഫിസിക്കൽ ഫോമിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിൽ സെക്യൂരിറ്റി സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെറ്റിൽമെൻറ്റ് ടൈം എന്താണ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ലോസ് അല്ലെങ്കിൽ റിസ്ക് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുവഴി എന്താണ് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് ദ ഡെപ്പോസിറ്ററി എന്താണ് നമുക്ക് കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. താഴെ പറയുന്നതിൽ ഏതാണ് ഡെപ്പോസിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 പറയുന്നതാണ്, അല്ലെ ഓപ്ഷൻ എ പറയുന്നു ടു ആക്ട് ആസ് ആൻ ബ്രോക്കർ ഇൻ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻസ്. സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷനകത്തെ ഒരു ബ്രോക്കറാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അടുത്ത പറയുന്നു ഇറ്റ് ഗ്യാരണ്ടി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന്മേൽ ഗ്യാരണ്ടീഡ് റിട്ടേൺ ഉറപ്പ് വരുന്നു. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് എ സെക്യൂരിറ്റീസ് ഫിസിക്കലായിട്ട് ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഇറ്റ് ഈസ് പ്രൈമറി റെസ്പോൺസിബിൾ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. ആരുമായിട്ടാണ് പ്രൈമറിലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളവരാണ് ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്നു. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് സെക്യൂരിറ്റീസ് ഫിസിക്കലി. ഡെപ്പോസിറ്ററീസ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഫിസിക്കൽ ഫോമിലുള്ള സെക്യൂരിറ്റീസിനെ ഇലക്ട്രോണിക് ഫോമിൽ ഡിജിറ്റൽ ഫോമിൽ സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് സെക്യൂരിറ്റീസ് ഫിസിക്കലി. ഓക്കെ, ദെൻ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ നമുക്കെന്താ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്? ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഡെപ്പോസിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ പറയുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ എ പറയുന്നു, NSDL വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1996 ആസ് ദ ഫസ്റ്റ് ഡെപ്പോസിറ്ററി ഇൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്പോസിറ്ററി ആയിട്ട് 1996 NSDL അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് നിലവിൽ വന്നു എന്ന് പറയുന്നു. CDSL പ്രൊവൈഡ് സർവീസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഗവൺമെൻറ് സെക്യൂരിറ്റി. CDSL ആരാണ്? സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് എക്സ്ക്ലൂസീവ്ലി ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ സർവീസിന് വേണ്ടി ഉള്ളതാണെന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, ബോത്ത് NSDL ആൻഡ് CDSL അലോ ദ ഇൻവെസ്റ്റേഴ്സ് ടു ഹോൾഡ് സെക്യൂരിറ്റീസ് ഇൻ ഇലക്ട്രോണിക് ഫോം. NSDL എടുത്താലും CDSL എടുത്താലും സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ഫോമിൽ സൂക്ഷിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്ന് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു. അപ്പം കഴിഞ്ഞ ക്വസ്റ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ച് 3 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ഒൺലി എ ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി, എ ആൻഡ് സി ആർ കറക്റ്റ്. ദെൻ ഓപ്ഷൻ സി പറയുന്നു ഓൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി പറയുന്നു എ ആൻഡ് ബി ആർ കറക്റ്റ്. ഏതായിരിക്കും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, എ ആൻഡ് സി ആർ കറക്റ്റ്. എയും സിയുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് NSDL ആണ്. അത് 1996 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദെൻ അത് 1995 ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും 1996 കമൻസ്മെൻറ്റ് നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ എന്താണ്, NSDL എടുത്താലും CDSL എടുത്താലും ദെൻ 2 ഇലക്ട്രോണിക് ഫോമിൽ സെക്യൂരിറ്റീസ് സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡെപ്പോസിറ്ററീസ് ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റിനോട് നമുക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഒരു അവകാശവാദവും ഉണ്ട്, അവകാശവാദത്തിന് ആവശ്യമായിട്ടുള്ള റീസണും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും ശരിയാണോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ അസേർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീസൺ ആണോ എന്ന് നോക്കുക. അസേർഷൻ എന്താണ്? റീമെറ്റീരിയലൈസേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഇലക്ട്രോണിക് സെക്യൂരിറ്റീസ് ബാക്ക് ഇൻറ്റു ഫിസിക്കൽ ഫോം.
എന്താണ് റീമെറ്റീരിയലൈസേഷൻ എന്നാണ് അസേഷൻ. അപ്പോൾ റീമെറ്റീരിയലൈസേഷൻ ഇവരുടെ അവകാശവാദം എന്നാണ്. റീമെറ്റീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഫോമിലുള്ള സെക്യൂരിറ്റീസിനെ കൺവേർട്ട് ചെയ്ത് ഫിസിക്കൽ ഫോമിലോട്ട് മാറ്റുന്നതിനെയാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് അവരുടെ അവകാശവാദം. അതിൻ്റെ റീസൺ എന്താണ്? ഇൻവെസ്റ്റേഴ്സ് ഓപ്റ്റ് ഫോർ റീമെറ്റീരിയലൈസേഷൻ ടു റിസീവ് എ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ ദെയർ സെക്യൂരിറ്റീസ് ഫോർ പേഴ്സണൽ റെക്കോർഡ് കീപ്പിംഗ്. ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സെക്യൂരിറ്റീസ് പേഴ്സണലായിട്ട് ഫിസിക്കൽ ഫോമിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് എന്ത് ഓപ്റ്റ് ചെയ്യാം? റീമെറ്റീരിയലൈസേഷൻ ഓപ്റ്റ് ചെയ്യാമെന്നാണ് അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത്. അപ്പം അസേഷൻ ശരിയാണോ റീസൺ ശരിയാണോ നോക്കണം. രണ്ടും ശരിയാണ് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അസേഷന് കറസ്പോണ്ടിങ് ആയുള്ള റീസൺ ആണോ നോക്കണം. അപ്പോൾ ഓപ്ഷൻ എ പറയുന്നു രണ്ടും ശരിയാണ്, ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറയുന്നു. ബി പറയുന്നു ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സി പറയുന്നു എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ഡി പറയുന്നു എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്താണ് റീമെറ്റീരിയലൈസേഷൻ നമുക്കൊന്ന് നോക്കാം. വാട്ട് യു മീൻ ബൈ റീമെറ്റീരിയലൈസേഷൻ? റീമെറ്റീരിയലൈസേഷൻ ഓൾസോ നോൺ ആസ് റീമാറ്റ്. നമ്മൾ ഡിമാറ്റ് എന്ന് കണ്ടു. ഡിമാറ്റ് എന്തായിരുന്നു? ഫിസിക്കൽ ഫോമിലുള്ള സെക്യൂരിറ്റീസിനെ ഡിജിറ്റൽ ഫോമിലോട്ട് ഇലക്ട്രോണിക് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റീമെറ്റീരിയലൈസേഷൻ അഥവാ റീമാറ്റ്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഇലക്ട്രോണിക് സെക്യൂരിറ്റീസ് ഹെൽഡ് ഇൻ ഡിമാറ്റ് അക്കൗണ്ട് ഇൻ ടു ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ്. ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന സെക്യൂരിറ്റീസിനെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയായിരിക്കാം? ദെൻ ക്ലോസിംഗ് ഓഫ് ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ചൂസ് ചെയ്യാം. ദെൻ പേഴ്സണൽ പ്രിഫറൻസ്, നമ്മുടെ ഇമോഷൻ്റെ ഭാഗമായിട്ട് സെൻറ്റിമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമുക്കെന്താണ് ഫിസിക്കലായിട്ട് സർട്ടിഫിക്കറ്റ് സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ റീമെറ്റീരിയലൈസേഷൻ പ്രോസസ്സ് നടത്താൻ സാധിക്കും. ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ക്യാൻ ഈസിലി ബി ട്രാൻസ്ഫേർഡ് ആസ് എ ഗിഫ്റ്റ് ഓർ ഇൻഹെറിറ്റൻസ്. നമുക്ക് നമ്മുടെ സെക്യൂരിറ്റീസ് ഒരു ഇൻഹെറിറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഗിഫ്റ്റായിട്ട് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് ഫിസിക്കൽ സർട്ടിഫിക്കറ്റിൽ മേടിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടി നമുക്കെന്താണ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാം. അപ്പോൾ ഈ പ്രോസസ്സുകൾക്കൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള സെക്യൂരിറ്റീസിനെ നമുക്ക് ഫിസിക്കൽ ഫോർമാറ്റിലോട്ട് മാറ്റാൻ സാധിക്കും. അങ്ങനെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റാക്കി മാറ്റുന്നതിനെ വിളിച്ച പേരാണ് റീമെറ്റീരിയലൈസേഷൻ അഥവാ റീമാറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായിരിക്കും റൈറ്റ് ആൻസർ? സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. both A and R are true. R is a correct explanation of A. പറഞ്ഞിരിക്കുന്ന അസേഷൻ ശരിയാണ്. ഇലക്ട്രോണിക് ഫോമിലുള്ളതിനെ കൺവേർട്ട് ചെയ്ത് ഫിസിക്കൽ ഫോം ആക്കുന്നതാണ് റീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ല പേഴ്സണൽ റെക്കോർഡ് കീപ്പിങ്ങിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഫിസിക്കൽ ഫോമിലോട്ട് സർട്ടിഫിക്കറ്റിനെ കൺവേർട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടും ശരിയാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡെപ്പോസിറ്ററീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റിനും അതിൻ്റെ ആൻസറുകളുമാണ്. അപ്പോൾ ക്വസ്റ്റിനൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. കൂടുതൽ എന്താണ് ക്വസ്റ്റിനും ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.